നമസ്കാരം. രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിയ സംഭവമാണ് പാർലമെന്റിൽ നടന്ന പുകയാക്രമണം. പതിനഞ്ച് പേർ കൊല്ലപ്പെട്ട പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിൽ തന്നെ ഇത്തരത്തിലൊരു ആക്രമണമുണ്ടായത് അമ്പരപ്പിക്കുന്നതാണ്. പുതിയ പാർലമെന്റ് കെട്ടിടം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശവാദം. ഇങ്ങനെയുള്ള സ്ഥലത്താണ് സന്ദർശക ഗ്യാലറിയിൽ നിന്നും 2 പേർ ചാടിയിറങ്ങി ലോക്സഭ നടുത്തളത്തിൽ പുകയാക്രമണം നടത്തി രാജ്യത്തെയാകെ മുൾമുനയിൽ നിർത്തിയത്. പുറമെ വിഷയത്തിൽ പ്രതിഷേധിച്ച എംപിമാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്ത് ജനാധിപത്യ ഹത്യ നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. BJP മൈസൂർ MP പ്രതാപ് സിംഹ നൽകിയ പാസ് ഉപയോഗിച്ചാണ് അക്രമികളിൽ ഒരാൾ അകത്തു കയറിയത്. പ്രതികളെ പിടികൂടിയിട്ട് പോലും പാസ് നൽകിയ MPക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. വിഷയത്തിൽ പ്രതിഷേധിച്ച ലോക്സഭയിലെയും രാജ്യസഭയിലെയും 143 പ്രതിപക്ഷ MPമാരെയാണ് ഇതുവരെ സസ്പെൻഡ് ചെയ്തത്. അതായത് 97 ലോക്സഭാംഗങ്ങൾ, 46 രാജ്യസഭാംഗങ്ങൾ. പുകയാക്രമണത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. എന്നാൽ ന്യായമായ ആവശ്യം പരിഗണിക്കാതെ പ്രതിപക്ഷത്തെ പുറത്താക്കി ഇരുസഭകളിലും തങ്ങൾ മാത്രം മതിയെന്ന നിലപാടാണ് കേന്ദ്രത്തിന്. യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ജനാധിപത്യത്തിന്റെ അമ്മ എന്ന് ഒരു വഴിക്ക് അവകാശപ്പെടുകയും ജനാധിപത്യത്തിന്റെ ശിശുവായിട്ട് പോലും രാജ്യത്തെ നിലനിർത്താതിരിക്കുകയും ചെയ്യുന്ന മോഡി ഗവൺമെന്റിന്റെ ഈ കാപട്യത്തെ ജനങ്ങൾ തിരിച്ചറിയണം. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. പാസ്സാക്കിയെടുക്കുന്ന ബില്ലുകൾ തലമുറകളെ സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന നിയമങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു രാജവാഴ്ചയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായിട്ട് വേണം ഈ ഒരു സംഭവത്തെ കാണാൻ. പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കി തിരക്കിട്ട് ക്രിമിനൽ നിയമ ഭേദഗതി ബില്ലടക്കം പാസാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ക്രിമിനൽ നടപടി ചട്ടം, ഇന്ത്യൻ ശിക്ഷാ നിയമം, തെളിവ് നിയമം എന്നിവ അഴിച്ചുപണിതാണ് ലോക്സഭയിൽ ബിൽ ഏകപക്ഷീയമായി പാസാക്കിയത്. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി നടക്കവേ ദേശീയ തലസ്ഥാന മേഖലാ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. ഇത്തരത്തിൽ ഇരുസഭകളിലെയും ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തിൽ പാർലമെന്ററി കീഴ്വഴക്കം കാറ്റിൽ പറത്തുന്ന സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കടുത്ത അച്ചടക്ക നടപടി എന്ന നിലയ്ക്കാണ് മുൻകാലങ്ങളിലെ സസ്പെൻഷൻ നടപടി. എന്നാൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു എന്ന സ്വാഭാവികമായ കാര്യത്തിനാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ നടപടി എന്നത് വിചിത്രമാണ്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ 11 MPമാർക്ക് 3 മാസത്തേക്കാണ് സസ്പെൻഷൻ. പുറമെ തുടർ നടപടികൾക്കായി എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ വിഷയം വിട്ടിട്ടുമുണ്ട്. ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്നവരെ പുറത്തു നിർത്തുക എന്നതാണ് ദീർഘകാല നടപടിയിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് മാത്രം 104 MPമാരെയാണ് ആകെ സസ്പെൻഡ് ചെയ്തത്. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് മാത്രം ഇതുവരെ 202 MPമാരെയാണ് ഇരുസഭകളിൽ നിന്നുമായി ആകെ സസ്പെൻഡ് ചെയ്തത്. 1ഉം 2ഉം UPA സർക്കാരുകളുടെ കാലത്ത് ആകെ 53 MPമാരാണ് സസ്പെൻഷൻ നടപടി നേരിട്ടതെന്നിരിക്കെയാണ് മോദി സർക്കാരിന്റെ കാലത്തെ ഈ വലിയ കണക്ക്. തങ്ങൾക്ക് നടപ്പാക്കാനുള്ള ബില്ലുകൾ ഒഴിഞ്ഞ പ്രതിപക്ഷ സീറ്റുകളെ നോക്കി പാസാക്കിയെടുക്കുക എന്ന ഉദ്ദേശമാണ് കേന്ദ്രത്തിനുള്ളതെന്ന് പകൽ പോലെ വ്യക്തം.